ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികൾ ഒരു പ്രാവശ്യമെങ്കിലും ചർച്ച ചെയ്ത ഒരു കഥ അല്ല, ജീവിതം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. ആടുജീവിതം, ദ ഗോട്ട് ലൈഫ്. അതിലെ കേന്ദ്ര കഥാപാത്രമായ നജീബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് നെക്സ്റ്റ് ഗസ്റ്റിൽ ഞാൻ കൊണ്ടുവരുന്നത് ഷുക്കൂർ. ഷുക്കൂറിനെ നമുക്ക് പരിചയപ്പെടാം. എന്നാൽ ഷുക്കൂർ മാത്രമല്ല നമ്മളോട് കൂടെ. ഷുക്കൂറിൻ്റെ അഥവാ നജീബിൻ്റെ കഥയിലൊരു ജീവിതമുണ്ട് എന്ന് ബഹ്റിൻ്റെ സ്വന്തം ബെന്യാമിന് പറഞ്ഞു കൊടുത്ത മറ്റൊരു വ്യക്തി, ബഹ്റിൻ പ്രവാസിയായ സുനിൽ മാവേലിക്കര. നജീബ് അഥവാ ഷുക്കൂർ, സുനിൽ മാവേലിക്കര, നമസ്കാരം. വെൽക്കം ടു ദ നെക്സ്റ്റ് ഗസ്റ്റ്. ആദ്യം നമുക്ക് ഞാൻ ഷുക്കൂർ എന്ന് വിളിച്ചോട്ടെ? നജീബ് എന്ന് വിളിച്ചാൽ മതി. ശരി, എന്നാലും ആൾക്കാർക്ക് ശരി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷുക്കൂറിനെ നമുക്ക് പരിചയപ്പെടുത്താം. എല്ലാവരും ഇപ്പം നജീബ് എന്നാണ് അറിയുന്നത്, ഇങ്ങനെ അറിയപ്പെടണമെങ്കിൽ പറ്റത്തുള്ളൂ. ഓക്കെ. ഞാൻ വായിച്ചത് സുനിൽ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞു, നജീബിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞു, ബെന്യാമിനോട് പറഞ്ഞപ്പോൾ ആദ്യം വളരെ ഒട്ടും സമ്മതമല്ലായിരുന്നു ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് പുറത്ത് പറയാനും എഴുതാനും. അതായത് ഒരു ലൈം ലൈറ്റിലേക്ക് വരാൻ വിസമ്മതിച്ചു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നിർബന്ധിച്ചാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ സിനിമയായി. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ എന്നോട് നജീബ് പറഞ്ഞു, ഉദ്ഘാടനങ്ങളായി, കുട്ടികൾ സ്കൂളിൽ മോട്ടിവേഷണൽ സ്പീച്ചായി, റിസപ്ഷനാണ്. ഇപ്പോൾ ബഹ്റിനിൽ തന്നെ ഹരിപ്പാട് അസോസിയേഷൻ, പത്തനംതിട്ട, അങ്ങനെയുള്ളവരെല്ലാം വിളിക്കുന്നു. ഇനിയിപ്പോൾ മസ്കറ്റിലേക്ക് പോകുന്നു. ഈ ഒരു ജീവിതം എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോഴത്തെ ഒരവസ്ഥ? ഇപ്പോഴത്തെ ഒരവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ സന്തോഷത്തോടെ പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഞാനിപ്പം ഈ ബഹ്റൈനിലേക്ക് 2020 അവിടെ വരുന്നത്. 2000 വരുന്നത്. 2000 വരുമ്പോൾ പിന്നെ ഈ ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി അളിയനാണെങ്കിലും സുല്യേട്ടൻ എനിക്ക് പരിചയപ്പെടുത്തരുന്ന ഇതുപോലെ സുല്യേട്ടന് സുല്യൻ സ്റ്റുഡിയോയിൽ വരും. അപ്പോൾ സുല്യേട്ടനുമായിട്ട് പോയെന്ന് പരിചയപ്പെടണം, ഒരു ജോലിക്ക് വേണ്ടി ചോദിച്ചു നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സുല്യേട്ടനെ ഞാൻ അന്ന് തന്നെ എന്തായാലും സ്റ്റുഡിയോയിൽ സുല്യേട്ടൻ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ സുല്യേട്ടൻ്റെ അടുത്ത് ഇതുപോലെ ജോലിയെ പറ്റി ചെന്ന് ചോദിച്ചപ്പോൾ സുല്യേട്ടൻ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജോലിയുണ്ട്, പക്ഷെ അത് ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്ത് ജോലിയാണെന്ന് ചോദിച്ചാണ് ഞാൻ ഈ കഥ സുല്യേട്ടൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ സുല്യേട്ടൻ്റെ ആ പാടൊരു ഇമോഷൻ പോലൊക്കെ അങ്ങ് വിഷമമായിപ്പോയി. അന്നേരം എടുത്ത് പറഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ നജീബിന് ജോലി ചെയ്യാൻ ഒപ്പിച്ചു തരാം. അങ്ങനെയാണ് പെട്ടെന്ന് ഫോട്ടോ ഒക്കെ വാങ്ങിച്ച് ഈ US നേവിക്കകത്തോട്ട് എൻ്റെ ഈ പണി വാങ്ങിച്ച് എനിക്ക് തരുന്നത്. അങ്ങനെ പണി വാങ്ങിച്ച് തന്ന് ഞാൻ US നേവിക്ക് അവിടെ ചെന്നപ്പോൾ ഞാൻ പണിയെന്ന് പറഞ്ഞ സുല്യേട്ടൻ പറഞ്ഞ പണിയെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ രാജകീയ സുഖമായൊരു ജോലി. കാരണം സുല്യേട്ടൻ പറഞ്ഞ എന്താ അവിടെ ആൾക്കാരൊക്കെ ആളിനൊക്കെ ആയിട്ട് കമ്പനി ആയതുകൊണ്ട് എനിക്ക് ആക്രി പറക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഞാൻ അവിടെ അനുഭവിച്ച കണക്കിനാണ് ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും എനിക്ക് സ്വർഗം കിട്ടിയ പോലൊരു ജോലി. എനിക്ക് എൻ്റെ ഫ്രീഡത്തിനുള്ള ജോലിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആരും ഒന്നും അന്വേഷിക്കാനൊന്നും സുല്യേട്ടൻ പോലും ആരും വരുന്നില്ല. ഞാൻ പണി ചെയ്യുന്നു, ഞാൻ വീട്ടിൽ റൂമിൽ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സുഖമായിട്ടുള്ള ഒരു എന്നെ ഭരിക്കാനുള്ള ഒരാളില്ലാത്ത ഒരു ജോലി. അങ്ങനെയാണ് ബെന്യാമിൻ സാറിനെ സുല്യേട്ടനായിട്ട് എല്ലാം പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ എനിക്കറിയത്തൊന്നുമില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു പ്രവാസിയുടെ കഥ എഴുതാനെന്ന് പറഞ്ഞ് എന്നെ സുല്യേട്ടൻ എൻ്റെ പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ബെന്യാമിനുമായിട്ട് എൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പം ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. ഇതുപോലെ സുല്യേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും. അന്നേരം ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇനി ഞാൻ ആ കഥ ഞാൻ മറന്ന കാര്യമാണ്, ഇനി അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞ ആദ്യത്തെ ദിവസം അങ്ങനെ പോയതായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം ഇതുപോലെ വന്ന് പിന്നെ എൻ്റെ പുറകെ ഒരു ബുക്കും പേനായൊക്കെ ആയിട്ടാണ് വന്നത്. എന്നിട്ട് എൻ്റെ പുറകെ ഞാൻ ഈ ജോലി ചെയ്യുന്നതിൻ്റെ പുറകെ നടന്നു അതാണ് കഥ എഴുതാൻ തുടങ്ങുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 8 മാസം വരെ എൻ്റെ പുറകെ നടന്നതാണ് ഈ കഥ എഴുതുന്നത്. സുനിൽ, ഞാനിത് കേട്ടിട്ടുണ്ട് ഈ കഥ. സുനിലിൻ്റെ കണ്ണ് നനയിച്ച ഒരു നറേഷനായിരുന്നു നജീബ് പറഞ്ഞിരുന്നത്. ഞാനൊരു ജേർണലിസ്റ്റാണ്. ഒരുപാട് കഥകൾ ഇതുപോലെ പ്രവാസ ലോകത്തെ കഥകൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അപ്പം ഞാനെന്നൊരു ജേർണലിസ്റ്റ് ആകുമ്പോൾ എനിക്കത് കഥയായിട്ട് അല്ലെങ്കിൽ ജീവിതം സ്ട്രൈക്ക് ചെയ്യും. സുനിൽ ഒരു എഴുത്തുകാരനും കൂടിയാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നജീബിൻ്റെ കഥയിൽ ഒരു കഥയുണ്ടെന്നും അത് ലോകമറിയണമെന്നും തോന്നിച്ച എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അതായത് ആടുജീവിതം നജീബിനെ ഇപ്പം എല്ലാവർക്കും അറിയാം.
പക്ഷേ അതിനു മുമ്പുള്ള നജീബ് എൻ്റെ അടുക്കെ വരുന്നത് നജീബിനോട് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ്. നജീബിന് സംസാരിക്കാൻ ഭയം, എന്തെങ്കിലും ജോലി പറഞ്ഞാൽ ഭയം, അങ്ങനൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാൻ നജീബ് പറഞ്ഞ ഹുസൈൻ എൻ്റെ സുഹൃത്താണ്, നജീബിൻ്റെ ബ്രദറിലോ. അപ്പം ഹുസൈൻ്റെ സ്റ്റുഡിയോ വെച്ചാണ് നജീബിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. അപ്പം നജീബിൻ്റെ അടുക്കെ നജീബ് ഒന്ന് എൻ്റെ അടുക്കെ ഒരു ജോലിയുടെ കാര്യം ആവശ്യപ്പെടുമ്പം അന്ന് വരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പത്മാരണൻ എന്ന് പറഞ്ഞൊരു ഇവരുടെ തന്നെ നാട്ടുകാരനാണ്, ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടായിരുന്നു. പുള്ളി പോകാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് റീപ്ലേസ്മെൻറ്റ് ഒരാളെ ആവശ്യമാണ്. നജീബ് പറഞ്ഞ ഈ ആക്രി വെറുക്കുക എന്നുള്ളതല്ല, ശരിക്കും പ്രൊഫഷണലി അതൊരു റീസൈക്ലിംഗ് സപ്പോർട്ടിങ് ജോബാണ്. അവിടെ ബേസിനകത്ത് റീസൈക്ലിംഗ് ബിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കളർ കോഡഡ് റീസൈക്ലിംഗ് ബിന്നാണ്, പ്ലാസ്റ്റിക് ബോട്ടിലും അലൂമിനിയം ക്യാൻസ്. അപ്പം നജീബിന് ഈ ഫുള്ളാവുന്ന റീസൈക്ലിംഗ് ബിൻ എംപ്റ്റി ചെയ്യുകയും റീപ്ലേസ് ചെയ്ത് ബാഗൊക്കെ ഇടുകയും അങ്ങനെ ഒരു പ്രൊഫഷണലി ചെയ്യുന്നൊരു ജോലിയാണ് നജീബ്. അത് പറയാനറിയാത്തത് കൊണ്ടാണ് ഈ ആക്രി ജോലി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ നജീബിൻ്റെ മുകളിൽ ഒരു ആളില്ല. കാര്യം നജീബിന് ഫ്രീ ആയിട്ട് അത് നടന്ന് ജോലി ചെയ്യാം. ഫുള്ളാവുന്നെങ്കിൽ എംപ്റ്റി ചെയ്താൽ മാത്രം മതി, കംപ്ലൈൻറ്റ് ഇല്ലാതിരുന്നാൽ മാത്രമേ മതി. ഞാൻ നജീബിനെ അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ഈ ഭയം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭയത്തിനുള്ള കാരണം പുള്ളിയുടെ ഒരു പൂർവ്വകാല ജീവിതമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായി. കാര്യം ഇദ്ദേഹം സ്റ്റുഡിയോയിൽ വെച്ച് ഒരു 2 ലൈൻ പറഞ്ഞെങ്കിലും പിന്നീടാണ് എൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഈ നേവിക്ക് ഒരു 15 ദിനാർ അടയ്ക്കും. നജീബ് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ നേവിയുടെ തന്നെ റീസൈക്ലിംഗ് കോൺട്രാക്റ്റ് എടുക്കും. അതിൻ്റെ പേയ്മെൻറ്റ് നജീബിന് തന്നെ ഡയറക്റ്റ് കൊടുക്കുകയും അതിൽ നിന്നൊരു എമൗണ്ട് 15 ദിനാറോ നേവിക്ക് അടയ്ക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് DD എടുത്തുകൊണ്ടായിരുന്നു ആ കാലത്ത് അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുമായിട്ട് വന്ന സമയത്ത് നജീബിനെ ഞാൻ കാണുമ്പോൾ നജീബ് ഇങ്ങനെ വേർത്ത്, നല്ല ചൂടുള്ള സമയത്ത്, ജൂലൈ ഓഗസ്റ്റ് ആണെന്ന് തോന്നുന്നു, ആ സമയത്തൊക്കെ എല്ലാവരും വെക്കേഷന് പോകുന്ന സമയത്ത്. അപ്പം നജീബ് നല്ലതായിട്ട് വേർത്തൊക്കെ നിൽക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നജീബ് ഒരുപാട് കഷ്ടപ്പാടാണല്ലേ എന്ന് പറഞ്ഞു. പറയും, ഇതെന്ത് കഷ്ടപ്പാട്, എനിക്കൊരു വിഷമമില്ല, ഇവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്, ഒരു കഷ്ടപ്പാടുമില്ല. ഞാൻ ചോദിച്ചു, വേറെ ജോലി വല്ലതും നോക്കണം. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് വേറൊരു ജോലി നോക്കണ്ട, ഇത്രയും നല്ലൊരു ജോലി എനിക്ക് ഇനി വേറെ കിട്ടത്തില്ല. ഇങ്ങനെ നജീബ് സാധാരണ പരാതിക്കെട്ടുള്ള ഒരു മനുഷ്യരാണ് മലയാളികൾ പൊതുവെ. അതിൽ നിന്ന് വ്യത്യസ്തനായി നജീബ് ഭയങ്കര സംതൃപ്തനാണ് ഈ ജോലിയിൽ എന്ന് കണ്ടപ്പം. ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസും ഈ ജോലിയുടെ ആത്മാർത്ഥതയൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ എന്താണ് നജീബ് നേരത്തെ ചെയ്തിരുന്ന ജോലി എന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സൗദിയിൽ ആടിനെ മേയ്ക്കുമായിരുന്നു. അപ്പം നമുക്ക് ആടിനെ മേയ്ക്കുന്ന കഥകൾ വായിച്ചും കവിതയായും ഒക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് അപ്പോൾ അതിനൊരു മനോഹാരിതയുണ്ടല്ലോ. ഒരു ഹരിത ഭംഗി നിറഞ്ഞ പ്രദേശത്ത് ആട്ടിടയൻ, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ആട്ടിടയന്റെ രൂപം എന്ന് പറയുന്ന ചിത്രം അതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി സൗദി അറേബ്യ മരുഭൂമിയാണ്. മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുന്നതിലൊരു കൗതുകം ഉണ്ടാവില്ല, നമുക്കൊരു ത്വരയുണ്ടാവില്ല. ഇത് അറിയാനുള്ളൊരു ത്വരയും ആ കൗതുകവുമാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ച് മനസ്സിലാക്കാനാണ്. അപ്പം നജീബ് പറഞ്ഞ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഈ നജീബ് ഇങ്ങനെ നിർവികാരമായിട്ടാണ് ഈ പറയുന്നതെങ്കിലും ഈ മനുഷ്യൻ ഇങ്ങനെ അനുഭവിച്ച ആ നാൾ വഴികൾ നമ്മുടെ ഉള്ളിലിങ്ങനെ തറച്ചുകൊണ്ടിരിക്കും. ആ ഒരു തറപ്പ് നമുക്ക് ശരിക്കും 2 ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇതിൽ നിന്ന് എങ്ങനെ ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു വന്നു എന്നൊക്കെയുള്ള ചിന്ത. അപ്പം ഇത് എനിക്ക് എപ്പോഴും കഥ ഞാൻ ആർട്ടിക്കിളൊക്കെ എഴുതും, കഥ എഴുതുമെങ്കിലും ഇതിന് ഒരു വലിയ ലോകം അറിയേണ്ടതായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. കാര്യം ഇതുപോലെ ഒരുപാട് മനുഷ്യർ ജീവിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ഒരുപാട് മനുഷ്യർ ഈ ജീവിതം താണ്ടി തിരിച്ചു വരാതെ പെട്ടിട്ടുണ്ടാവും. ഇപ്പോഴും അവിടെ തളയ്ക്കപ്പെട്ട് കിടപ്പുണ്ടാവല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ എൻ്റെ തലയിൽ കൂടി പോയതാണ്. അപ്പം അത് ബെന്നിയാമിന് അന്ന് ബേസിനകത്ത് തന്നെ AC മെയിൻ്റനൻസിൻ്റെ ചാർജ് വർക്ക് ചെയ്യുന്നു, കോൺട്രാക്ട് ബേസിലാണ്. പിന്നെ എൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ ദിവസവും കാണാറുണ്ട്. പിന്നെ ബെന്നി എഴുതിയ കഥകളും ഒക്കെ എനിക്ക് കൊണ്ടുവന്ന് തരികയും ബെന്നി സമാജത്തിൽ നിന്ന് എടുക്കുന്ന ബുക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് ഞങ്ങൾ വായിക്കുകയും പരസ്പരം പുതിയ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ബെന്നി എഴുതിയ ഒരു ആഡി സബാബ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്.
അഡിസബാബ എന്ന് പറഞ്ഞ കഥ ഈ എത്യോപ്യയിൽ നിന്ന് ഒരു എത്യോപ്യയിലെ രാജകുടുംബത്തിലെ ഒരു പെൺകുട്ടി അവിടുന്ന് പലായനം ചെയ്ത് എതിർ കക്ഷികളുടെ ആക്രമണത്തിൽ നിന്ന് ഭയപ്പെട്ട് പലായനം ചെയ്ത് ബഹ്റിനിൽ ഹൗസ് മെയ്ഡായിട്ട് എത്തുന്നത്, ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ്റെ വീട്ടിൽ ഹൗസ് മെയ്ഡായി ജോലി ചെയ്യുന്നതും ഒക്കെയാണ് കഥ. അപ്പം ആ ഒരു കഥ എന്നെ വല്ലാതെ സ്പർശിച്ചു. കാര്യം അതിനു വേണ്ടിയിട്ട് ബെന്നി എടുത്ത എഫേർട്ട്, കാര്യം രണ്ട് സംസ്കാരങ്ങൾ ഒരു വലിയ പാരമ്പര്യത്തിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ അത് കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു കഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി ബെന്യാമിന് ഇത് നന്നായി ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ബെന്യാമിൻ ഒരു ഹാർഡ് വർക്കറാണ്. പുള്ളി എഴുത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ്. അതിനെക്കാട്ടിൽ കൂടുതൽ അദ്ദേഹം വായനയ്ക്ക് എടുക്കുന്ന എഫേർട്ട് അതിനെക്കാട്ടിലാണ്. കാര്യം അദ്ദേഹത്തോളം പുസ്തകം വായിക്കുന്ന എഴുത്തുകാരുണ്ടോ എന്ന് എനിക്ക് സംശയം. കാര്യം അത്ര കണ്ട് വായിക്കുന്ന ഒരാളാണ് ബെന്യാമിൻ. അപ്പോൾ അങ്ങനെ എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഞാൻ ബെന്നിയെടുക്കെ വന്ന് പറഞ്ഞു. ബെന്നി ഇതുപോലെ നജീബ് നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. നജീബിന് എൻ്റെ ഒരു പൂർവ്വകാല ചരിത്രമുണ്ട്, ഇങ്ങനൊരു കഥയുണ്ട്, ബെന്നി ഒന്ന് എഴുതി നോക്ക്, ചിലപ്പം ഇത് നല്ല ഇതായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബെന്നി ഇങ്ങനെ ഒഴിഞ്ഞു മാറി. ബെന്നിക്ക് എപ്പോഴും ഒരു കഥ പറയാൻ, ഇപ്പം പ്രവാസ ലോകത്തെ കഥ പറയാനാണെങ്കിൽ എഴുത്തുകാരെന്ന് പറയുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് പുള്ളിയെ സമീപിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതേ കണ്ടുള്ളൂ. പക്ഷെ ഞാനിതിൻ്റെ ഒരു കാര്യങ്ങൾ 2-3 തവണ നിർബന്ധിക്കുകയും പുറകിന് വീണ്ടും വീണ്ടും പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് ബെന്യാമിൻ നജീബിനെ കാണാൻ ശ്രമിച്ചത്. ഞാൻ വായിച്ചിട്ടുണ്ട്, ബെന്യാമിൻ അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഞാൻ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കഥ എന്ന് പറഞ്ഞു. ദിസ് ഇസ് ദി സ്റ്റോറി വിച്ച് ഐ വാണ്ട് ടു ടെൽ ദി വേൾഡ്. കാര്യം ബെന്നി അതിനു മുമ്പ് പ്രവാസ ലോകത്തെ കഥകളൊന്നും അങ്ങനെ എഴുതിയിരുന്നില്ല. അന്ന് യുക്തനീശ, അഭിഷേകൻ പോലുള്ള കഥകൾ എഴുതിയിരുന്നുള്ളൂ. അന്ന് എനിക്ക് തോന്നുന്നു അറ്റ്ലസ് കൈരളി പുരസ്കാരം കിട്ടിയ ഏതൊരു കഥയാണ്, ഒരു നോവലുണ്ട്. അപ്പം ബെന്നി അങ്ങനെ ഒരു അറിയപ്പെടുന്ന രീതിയിൽ ഒരു എഴുത്തുകാരനായി വളർന്നിരുന്നില്ല. പക്ഷേ ആടുജീവിതം എന്ന് പറഞ്ഞ നോവൽ സംഭവിച്ചതിന് ശേഷം ബെന്നിയുടെ ഒരു വളർച്ച വളരെ വലുതാണ്. സാധാരണ ഒരു പ്രതിഭയില്ലാത്ത ഒരു എഴുത്തുകാരനാണെങ്കിൽ ആ ആടുജീവിതം എന്ന് പറഞ്ഞ നോവല് കൊണ്ട് ചിലപ്പോൾ അങ്ങ് നിന്ന് പോകും. അങ്ങനത്തെ ഒരു എഴുത്തുകാരുണ്ടല്ലോ, ഒറ്റ പുസ്തകം കൊണ്ട് എഴുത്ത് നിർത്തിപ്പോയ ആൾക്കാർ, അല്ലെങ്കിൽ പിന്നീട് ഒരു പുസ്തകം ആ ലെവലിലേക്ക് എഴുതാൻ പറ്റാത്ത. പക്ഷെ ബെന്യാമിൻ അങ്ങനെയല്ല, അതിനുശേഷം ഭയങ്കരമായി വളർന്നു. ശരിക്കും ആടുജീവിതത്തിനെക്കാട്ടിൽ മികച്ച ഫിക്ഷനായി മഞ്ഞവെയിൽ മരണങ്ങളൊക്കെ, പുള്ളിയുടെ അടുത്ത നോവലൊക്കെ ശരിക്കും ആടുജീവിതത്തെക്കാട്ടിലൊരു പടി മുന്നിലാണ് മഞ്ഞവെയിൽ മരണങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ആപ്റ്റായ ഒരു പേഴ്സണോടാണ് സുനിൽ ആ കഥ പറഞ്ഞത്. നമുക്ക് ബെന്യാമിനും ബഹറിന് പ്രിയപ്പെട്ട എഴുത്തുകാരൻ. നജീബിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു വാക്ക് സുനിൽ പറഞ്ഞ, നിർവികാരതയോടുകൂടിയാണ് സൗദി അറേബ്യയിലെ കഥകൾ പറഞ്ഞതെന്ന് സുനിൽ പറഞ്ഞു. ഇപ്പം കുറച്ച് മുമ്പ് എന്നോട് സംസാരിച്ചപ്പോഴും പറയും, ചിന്തിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ജീവിതത്തിലെ ഒരു ഏടാണ്. ശരിക്കും നിർവികാരതയാണോ അതൊക്കെ ചിന്തിക്കുമ്പോൾ? അതെ അതെ, ഇപ്പോഴും അത് തന്നെയാണ്. ഒന്നും തോന്നുന്നു. ഞാൻ ഇപ്പോഴും ഇതുപോലൊക്കെ എനിക്ക് ഒരുപാട് ഈ അനുഗ്രഹങ്ങളും മറ്റും എല്ലാം കിട്ടുമ്പോഴും എനിക്ക് ആ ചിന്ത ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. കാരണം ഞാനിപ്പോൾ രാത്രിയിലൊക്കെ ഞങ്ങൾ കിടക്കുമ്പോൾ പിന്നെ വൈഫ് പറയുന്നത് ഇങ്ങനെ ഞെട്ടിയിരുന്നത്, ഉണരുന്നത്, അങ്ങനെ ആ ഫീൽ എന്താണൊക്കെ ഇപ്പോഴും ആ ഒരു എന്തോ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഓ, കാരണം അതുപോലുള്ള ഭീകര അനുഭവമായിരുന്നു അവിടെ സംഭവിച്ചതല്ല. ഒരു മനസ്സിൻ്റെ പകുതി എൻ്റെ മൈൻഡ് അങ്ങ് പോയി അവിടെ വെച്ച്. അതിലേക്ക് ഞാൻ പുഷ് ചെയ്ത് കൊണ്ടുവന്നതല്ല എങ്കിൽ പോലും മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട എങ്കിലും. അവിടുത്തെ എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. ഒന്നും തന്നെ പറയാനൊന്നും ഇല്ല. അന്ന് ചെന്ന അന്ന് മുതൽ തന്നെയുള്ള അനുഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒന്നിങ്ങനെ നിൽക്കുവാണ്. കാരണം ഞാനിങ്ങനെ രക്ഷപ്പെടത്തില്ലെന്നുള്ള ആ ചിന്തയും ഈ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും എൻ്റെ നാട്ടിലേക്ക് ഒരു കത്തയക്കാനുള്ള അവസരം ഇല്ലല്ലോ, ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുന്നു, ആ വിവരമൊക്കെ എൻ്റെ കത്തയില്ലാത്ത എല്ലാ വിഷമങ്ങളൊക്കെ അവർ എങ്ങനെ സഹിക്കുമെന്നൊക്കെയുള്ള ചിന്ത. ഞാൻ കരച്ചിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ കരഞ്ഞ് ഓരോ ദിവസം ഇങ്ങനെ തട്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ജോലിക്കാണ് സൗദി അറേബ്യയിലേക്ക് വന്നത്? ഒരു പിന്നെ ഇതിനായിട്ട് പോയതാണ്, സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ഒരു ഇതാന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി. പക്ഷേ കൊണ്ടുപോയവിടെ കുഴപ്പമൊന്നും അല്ലായിരുന്നു. ഞാൻ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങി പുറത്ത് നിന്നപ്പോൾ അറബിയൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, പാസ്പോർട്ട് വെച്ച് ഞാൻ കൊടുത്തു. അന്നൊക്കെ സുനിലേട്ടൻ പറഞ്ഞതുപോലെ എനിക്കൊരു മനസ്സിൻ്റെ ഒരു ഇതില്ലായിരുന്നു. ഒരു എളിയൊരു മനുഷ്യനായിരുന്നു ഞാൻ.
കാരണം ആരെന്ത് ചോദിച്ചാലും എന്തെങ്കിലും കൊടുക്കുന്നത് പോലുള്ള ഒരു രീതിയല്ല. നമ്മളെല്ലാം വിശ്വസിച്ച് ചെയ്യുന്നത് പോലെ ഞാൻ കൊടുത്ത്. പക്ഷേ അത് കൊടുത്തത് പിന്നെ അദ്ദേഹം എൻ്റെ അറബി അല്ലായിരുന്നു, സ്പോൺസർ അല്ലായിരുന്നു, മാറി അയാളിങ്ങനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരാളാണ്. അങ്ങനെ സംഭവിച്ചാണ് എനിക്കത്. അങ്ങനെ ഈ ഒരു രാത്രിയായിരുന്നു. ഞാനപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴേ എയർപോർട്ട് കണ്ടു, കുറച്ച് ആൾക്കാരെയൊക്കെ അവിടെ വെച്ച് കണ്ടു. അല്ലാതെ പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു മനുഷ്യരെ കണ്ടിട്ടില്ല, ഒരു ബിൽഡിങ് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. വെറും മരുഭൂമി കൊടുത്ത 2 മണിക്കൂറോളം അത്രയ്ക്കുള്ളിലുള്ളൊരു മരുഭൂമിയാണ്. അവിടെ ചെന്നപ്പോഴാണ് 10-700 ആളും ഈ 10-24 ഒട്ടകവും ഒരു മനുഷ്യനോട് ഇങ്ങനെ ഒരു വികൃത രൂപമായിട്ടുള്ള മനുഷ്യനോട് ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി. അപ്പോഴേ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ തല അടിച്ചിട്ട് കരയുകയാണ്. എൻ്റെ 2 കൈ കൊണ്ട് അടിക്കാതെ തലയ്ക്ക് ഇനി ഞാൻ എന്ത് ചെയ്യും, ആരിനി നമ്മളുടെ എത്തിയെന്ന് എങ്ങനെ അറിയാനാണ് നാട്ടിലൊക്കെ. അങ്ങനെയൊക്കെ ഭയങ്കര ഫീൽ അങ്ങായിപ്പോയി അന്നേരത്തെ. സിനിമ കണ്ടപ്പം കരഞ്ഞു എന്ന് വായിച്ചു. സിനിമയും ജീവിതമായിട്ട് ഒരുപാട് ചർച്ചാ വിഷയങ്ങളായ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. ഒരു നോവൽ എഴുതുമ്പോൾ എന്തായാലും അതിൽ കുറച്ച് ഉണ്ടല്ലോ. ഇതിൽ മുഴുവനും ജീവിതമല്ല എന്നറിയാം, എങ്കിലും പൃഥ്വിരാജ് എന്ന നടൻ അതിനോട് ജീവിതത്തോട് ഞാൻ അവിടെ അനുഭവിച്ച അതേ ശൈലി തന്നെയാണ് പൃഥ്വിരാജ് എന്ന നടൻ അതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചാടിപ്പോകാൻ നേരത്ത് എൻ്റെ പഴയ ഒരു ഡ്രസ്സ് ഇടുന്ന ഒരു രംഗമുണ്ട്, ആ ഒരു പാൻ്റ് ഇടുന്ന രംഗമുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്തിടുമ്പോൾ ഒന്ന് താഴോട്ടാൻ കൂടി പോവാം. അപ്പോൾ അത് അന്നേരം ഞാനിങ്ങനെ മുണ്ടെടുക്കുന്ന ഉടുത്തിട്ട് ഒരു വള്ളി അവിടെ കിടന്നെടുത്തിട്ട് ഇങ്ങനെ കെട്ടുന്ന ആ രംഗമൊക്കെ എന്ത് കറക്റ്റായിട്ടാണ് പൃഥ്വിരാജ് സാർ അത് അഭിനയിച്ചേക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ കരയുമായിരുന്നു, കാരണം എനിക്ക് സഹിക്കാൻ പറ്റില്ല അതൊക്കെ കാണുമ്പോൾ. കാരണം സുനിൽ കണ്ടല്ലോ അല്ലേ ആടുജീവിതം? അപ്പം സുനിൽ കേട്ട കഥയും സെല്ലുലോയിഡിലും തമ്മിൽ എങ്ങനെയുണ്ടായിരുന്നു? സുനിലാണല്ലോ ഡയറക്റ്റ് കഥ കേട്ടത്, ഒറിജിനൽ. നോവലും സിനിമയും രണ്ടും വേറിട്ട 2 മീഡിയമായുണ്ട്, 2 മാധ്യമമാണല്ലോ. അപ്പോൾ നോവലിന് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നോവല് നമുക്ക് ഫിക്ഷനൂടെ ചേർത്ത് വെക്കാം. പക്ഷേ സിനിമയിൽ 3 മണിക്കൂറിനകത്ത് ഒതുങ്ങുന്ന കുറച്ച് കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 2 തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അന്തരമുണ്ട്. കാര്യം നോവലിൽ പിന്നെ സവ്യത്തിന് വളരെ ചെറിയൊരു പേജിൽ പറഞ്ഞു പോകുന്ന ഇതിനകത്ത് കാര്യം അത് ബ്ലെസ്സി വളരെ ബ്രില്യൻ്റായി ചെയ്തതാണ്. കാര്യം മരുഭൂമിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ഏത് സാഹചര്യത്തിൽ നിന്നാണ് വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാര്യം നജീബിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ള നജീബിന്റെ വളരെ മനോഹരമായ ഭൂമിയാണ്. അതിന് താമസിക്കുന്നത് വളരെ നല്ല കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഭൂമിയിൽ ഒരു സ്ഥലത്താണ്. കാര്യം ആറാട്ടുപുഴ എന്ന് പറയുന്നത് പടിഞ്ഞാട്ട് നോക്കിയാൽ കടലും കിഴക്കോട്ട് നോക്കിയാൽ ആറും ഒക്കെയുള്ള കായലും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ചുറ്റും ചുറ്റും വെള്ളമുള്ളൊരു സ്ഥലത്തു നിന്ന് മരുഭൂമിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന മനുഷ്യൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അതാണ് ബ്ലെസ്സി ബ്രില്യൻ്റായി ചെയ്തേക്കുന്നത്. അപ്പോൾ നോവലും പിന്നെ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം എനിക്ക് തോന്നി, ഞാനും എൻ്റെ മക്കളും ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുമൊക്കെ നോവല് വായിച്ചാണ്. അതിനകത്ത് മിസ്സായി പോയൊരു സംഗതി എനിക്ക് തോന്നുന്നു ആടുമായി നജീബ് പിന്നെ ഉള്ള ആത്മബന്ധം. കാര്യം മനുഷ്യനില്ലാതെ വരുമ്പോൾ മനുഷ്യന് അതിജീവനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് വളരെ ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ട്. ബെന്യാമിൻ നോവലിൽ അത് നെറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ആടിനും പേരിട്ട് വിളിക്കുകയും ഓരോ ആടിനോടും വൈകാരികമായ ബന്ധം പുലർത്തുകയും ആടും നജീബുമായിട്ടുള്ളൊരു വൈകാരിക ബന്ധം അത് പക്ഷേ അത്ര കണ്ട് സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം ഒരു കുട്ടിയാടിനെ കാണിക്കുന്നു, പിന്നെ ഒരു കറക്കാൻ പോകുന്ന ഒരാടിനെ കാണിക്കുന്നു. അങ്ങനെ ആടുമായി നജീബിനുള്ള ബന്ധം അങ്ങോട്ട് കണക്റ്റായോ എന്നൊരു സംശയം സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അത് പക്ഷേ സുനിൽ പറഞ്ഞതുപോലെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ഒരു നോവലിന്റെ ഒരു മൂവിയുടെ ഒരു 3 മണിക്കൂറിനുള്ളിൽ. പക്ഷെ 3 മണിക്കൂറിനുള്ളിൽ അതൊരു
ബ്രില്യൻറ്റ് Exactly. നസീയുടെ കയ്യിൽ അതൊരു തർക്കമില്ല, പെർഫെക്ഷൻ ആയിരുന്നു. ഇതിപ്പോ വായിച്ചും ഈ കാര്യം നേരിട്ടറിഞ്ഞ ഒരു മനുഷ്യൻ, പിന്നെ നോവലായി വായിക്കപ്പെട്ട ഒരാളെന്ന നിലയിലും സിനിമയുമായി ഇപ്പൊ എനിക്ക് 3 തരത്തിൽ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. ഇതില്ലാത്ത ഒരു മനുഷ്യൻ ഒരു സിനിമ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ നല്ലൊരു സിനിമയാണ്. കാര്യം അതിജീവനം എന്ന് പറയുന്നത് വലിയ മനുഷ്യൻ, ഒരു പ്രതീക്ഷയില്ലാത്ത മനുഷ്യൻ രക്ഷപ്പെട്ടു വന്നിട്ട് അതൊരു വലിയ കാര്യം. അതാണ് നോവലിന്റെ ഏറ്റവും വലിയ. അതെ അതെ. നജീബ് നോവൽ വായിച്ചിട്ടുണ്ടോ? നോവലും വായിച്ചു. ഈ നിങ്ങൾ 3 പേരല്ലേ അവിടുന്ന് ഒരുമിച്ച് രക്ഷപ്പെടുന്നത്? അങ്ങനെ തന്നെയാണോ കഥ? അല്ല, അങ്ങനെ ഇങ്ങനെ തന്നെയാണ്. പുള്ളി അതിനകത്ത് ചേർത്തേക്കുന്നേ ഉള്ളൂ. അങ്ങനെ അല്ല, നിങ്ങൾ 3 പേര് ഒരുമിച്ചാണോ അവിടുന്ന്? അല്ല, അത് ഒരു മനുഷ്യനാണ് എന്നെ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ. അല്ല, അവിടെ വേറെ ഹക്കീം എന്നൊരു അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. പിന്നെ ഈ വീട്ടിലോട്ട് കത്തെഴുതാൻ പറ്റിയിട്ടില്ല അല്ലേ? ഒന്നും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നല്ലോ അല്ല സഫിയത്തുമായിട്ട്? ഒരു 2-3 മാസം കഴിഞ്ഞ് ഒരു മാസങ്ങളൊന്നും നമുക്ക് പിന്നെ എല്ലാം മനസ്സിൽ നിന്ന് വിട്ടുപോയി. ദിവസങ്ങൾ ഏതാണ് മാസങ്ങൾ ഏതാണെന്ന്. അങ്ങനെ 2-3 മാസം ആദ്യം ഞാൻ 2 കത്ത് പുള്ളിയുടെ ഇങ്ങനെ എഴുതി. ഞാൻ അന്നൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കത്ത് എഴുതാനുള്ള ഇതുമായിട്ടാണ് പോകുന്നത്, പേനായുമായിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ഉദ്ദേശത്തിലല്ല അന്ന് പോയത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതല്ല. നേരത്തെയൊക്കെ അങ്ങനെ പോകുന്നവരൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ 2 കത്ത് എഴുതി. ഇതുപോലെ ഇങ്ങനത്തെ സംഭവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് ഞങ്ങൾ അയക്കാൻ കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്. ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതവിടെ കീറിയിട്ടേക്കുന്നത് കണ്ട്. അപ്പോഴേ എനിക്ക് അതിൻ്റെ കത്ത് അയച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ വിഷമിച്ച് കരഞ്ഞിങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഒരു കത്ത് ഞാനിങ്ങനെ വീണ്ടും എഴുതി അവിടെ വെച്ച്. അങ്ങനെ 4 മാസം ആയി കാണുമായിരിക്കും. അപ്പോൾ ഒരു പാകിസ്ഥാനി ഇപ്പോൾ ഇതുമായിട്ട് വന്ന് ആടെ പോച്ചയായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം ദൂരെ വന്ന് ഇന്ന് കണ്ടുപോഴേ എന്നെ കണ്ട് കൈ കാണിച്ച്. ഞാനിതുപോലെ കൈ പൊക്കിയിട്ട് എന്നിട്ട് ഇദ്ദേഹം കണ്ടിത് ഇങ്ങനെ അയാൾ എന്നെ കാണിക്കുന്നത്, ഞാൻ അങ്ങോട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ഇയാൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് ആടഞ്ഞം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ പെട്ടെന്ന് ഈ എൻ്റെ ബാഗിനകത്ത് നിന്ന് ആ കത്തെടുത്തോണ്ട് പിന്നെ ഓടി എടുത്തുകൊണ്ട് വന്നിട്ട് പോക്കറ്റ് എന്തോതിനകത്ത് ഇങ്ങനെ വെച്ചപ്പോൾ അടുത്തിങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കാണിച്ചപ്പോൾ ആൾ പറഞ്ഞു അവളോടാണ് മാറ്റി ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കൊണ്ടിട്ട് ആ കത്താണ് 2-3 മാസമായപ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കത്ത് കിട്ടുന്നത്. എന്തായാലും ആ പാകിസ്ഥാൻ നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം അത് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് അത് നല്ലതൊക്കെ അയച്ച്. അപ്പോഴും എനിക്ക് വിശ്വാസമില്ലായിരുന്നു, അയച്ചു വരുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇയാൾ കീറി കളഞ്ഞിടത്ത് പോയി കത്ത് നോക്കിയപ്പോൾ കത്ത് അവിടെ കാണുന്നില്ല. അപ്പോഴൊരു മനസ്സിലായിട്ട് ഇതുകൊണ്ട് ചിലപ്പം അയാൾ എടുത്തുകൊണ്ട് പോയി കാണും. അങ്ങനെ ആ ഒരു കത്ത് കിട്ടി. ഇതുപോലെ അന്നേരം ഞാൻ ഒരുപാട് അവിടുത്തെ അനുഭവം ഭീകരതയെക്കുറിച്ചൊന്നും എഴുതിയില്ല. ഇതുപോലെ ഞാൻ അവിടെ പെട്ടുപോയി. ഇനി ഞാൻ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്ര ആടുകൾ ഒട്ടമൊക്കെ ആയിട്ടുള്ള ജീവിതമാണ്. എന്തായാലും ആരും വിഷമിക്കേണ്ട, എന്തെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ രക്ഷപ്പെട്ട് വരും. നിങ്ങൾ എന്നെക്കുറിച്ചൊരു കാരണവശാലും വിഷമിക്കാതെ വാപ്പാട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ പറയണം, മുറ്റതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടു അവരെ ഒരുപാട് വിഷമിപ്പിക്കരുത്. കാരണം ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഒരു ഫീലിംഗ് കൂടെ വെച്ച് ഞാൻ കത്തൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻ കൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും എഴുതിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയുള്ളൂ. അങ്ങനെ എൻ്റെ വൈഫ് എന്നാണെങ്കിൽ എന്നും വീട്ടിൽ മാമാങ്ങ് വിളിച്ചുകൊണ്ട് പോയായിരുന്നു ഞാൻ വന്നപ്പോൾ വീട്ടിലോട്ട്. അങ്ങനെ എന്നും മാമാ വിളിച്ച് ആറാട്ടുപുഴയ്ക്ക് വീഴും. മരുമുട്ടമാണ്, എൻ്റെ വീട് ആറാട്ടുപുഴയാണ്. ഇതുപോലെ വല്ല വിവരം അറിഞ്ഞാന്ന് ചോദിച്ച് 2 ദിവസം ഇരിക്കുമ്പോൾ എന്നും വീട്ടിൽ തിരക്കി വരിക. അപ്പോൾ എന്നും വന്നിട്ടില്ല നമ്മൾ മാമ തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വൈഫിനെ വന്നേരം ഒന്നുകൂടെ ആദ്യം കയറുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് രംഗങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. അങ്ങനൊരു കത്ത് കിട്ടി ചെറിയൊരു സമാധാനം കിട്ടിയതായിട്ടാണ് പിന്നെ വന്നപ്പോഴേ പറയുന്നത്. ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ ഈ സംഭവങ്ങൾ. ഈ 2 വർഷവും 4 മാസവും വന്നു കഴിയുമ്പോഴല്ലേ ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ ഇത് അറിയുന്നത്. എൻ്റെ മോൻ ഭാര്യ പ്രസവിച്ച ആൺകുഞ്ഞായിരുന്നു എന്നൊക്കെ പറയുന്നതെല്ലാം അന്നാണ്. ഈ ഒരു കത്ത് അങ്ങനെ ഒരു കത്ത് കിട്ടിയത്. പിന്നെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. നമ്മൾ ഇപ്പോൾ 2-3 പ്രാവശ്യം സുനിൽ പറഞ്ഞു അതിജീവനം. ഇപ്പം നജീബ് പറഞ്ഞപ്പോഴും പറഞ്ഞു നാട്ടിലേക്ക് കത്ത് എഴുതിയപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും വരും എന്നുള്ള. നജീബിന് ഇപ്പോൾ ഉള്ളിൽ ഉറപ്പുണ്ടായിരുന്നോ ഇവിടെ നിന്നെങ്കിലും രക്ഷപ്പെടാൻ പറ്റും എന്ന്? അതോ ഒരു ഹെൽപ്ലെസ്നെസ് ആണോ ഫീൽ ചെയ്തത്? ഞാൻ രക്ഷപ്പെടണമെന്ന് ഞാൻ അന്നേരം ഞാൻ വിളിച്ചു. ഇദ്ദേഹം ഇവിടെ താമസിക്കത്തില്ല എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ. ഈ അറബി അപ്പോൾ ഈ അറബി ടെൻഡ് അടിച്ച് അതിനകത്ത് ഇരിപ്പുണ്ട്.
ഉണ്ട്. ഓക്കെ. സ്ഥിരമായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം എവിടെങ്കിലും പോകുമ്പോൾ മറ്റേ ഇയാൾ ജ്യേഷ്ഠനാണ് ഇതിനെ കൊണ്ടുപോകുന്നത്, അദ്ദേഹം വന്നിരിക്കും. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ആരെങ്കിലും ഒരു ദിവസം അവിടെ ഇല്ലാത്ത ദിവസവും ഇല്ല. ഒരാൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് 2-3 മാസമായപ്പോഴും ഇങ്ങനെ പോകാതിരുന്നപ്പോൾ ഓർത്തിന് ഞാൻ രക്ഷപ്പെടാതെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഉള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. എങ്കിലും ഞാൻ വിളിക്കേണ്ട ദൈവങ്ങളെ എല്ലാം വിളിച്ച് അതേപോലെ വേറെ ഒരു മാർഗവും ഇല്ല. പിന്നെ വിളിച്ച് ഇരിക്കുകയാണ്. അപ്പോഴും ഞാൻ പല പ്രാവശ്യം ഇനി ഞാൻ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാം, പോയൊക്കെ എന്തിനാ ഇങ്ങനെ നമ്മൾ ഈ നാട്ടിലും പിന്നെ ഒരു കാര്യം അറിയാതെ നമ്മുടെ എന്നൊക്കെ ഇങ്ങനെ പിന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് ഇങ്ങനെ ശ്രമിക്കുമ്പോഴും ഇത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിക്കുന്നു, നമ്മൾ എന്തെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ നമ്മൾ എൻ്റെ ഭാര്യ പ്രസവിച്ച ആ കുഞ്ഞിനെ കാണാൻ പറ്റുമല്ലോ ഒക്കെ എന്നുള്ള ആ ചിന്ത എൻ്റെ മനസ്സിലോട്ട് പിന്നെ ആ ദൈവം അത് മാറ്റുവാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ അതുകൊണ്ടാണ് അത് മാറ്റുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഞങ്ങളുടെ മതത്തിൽ ഈ ആത്മഹത്യ ചെയ്യാൻ എന്നത് കുറ്റകരമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരിതുണ്ട് മനസ്സിൽ. എങ്കിലും അവിടുത്തെ ആ അനുഭവം കൊണ്ട് നമ്മൾ ചെയ്തു പോകും. ഞാനല്ല വേറെ ഒരാളാണ് ചെയ്തു പോയത്. കാരണം അതേപോലുള്ള അവസ്ഥയാണ്. കാരണം ഒരു വീട്ടിലെ ഒരു വിവരങ്ങൾ അറിയാതെ ഒരു റിയാൽ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ തരാതെ ഭക്ഷണമാണ് കറക്റ്റായിട്ട് ഇല്ലാത്ത അതൊക്കെ കാണുമ്പോൾ ആര് കാണാനാണ്? ഞാനും ഈ ആടും മാത്രം കാണണമെന്ന്, അല്ലാതെ വേറെ ആര് കാണാനാണ്? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് സംഭവിച്ചേക്കുന്നത്. എന്നാലും ആ അനുഭവത്തിനിടയ്ക്കും വെളിയുടെ ഞാൻ രക്ഷപ്പെട്ടത്. സുനിൽ, ബഹ്റൈനിൽ നിന്ന് നജീബ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചിരുന്നു 4 വർഷത്തിന് ശേഷം തിരിച്ചു വരികയാണ്. അന്ന് കണ്ട നജീബ് പിന്നെ ഇവിടെ ജോലി ചെയ്ത് ഇപ്പം നജീബിൻ്റെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം ശരിക്കും എന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. നജീബിൻ്റെ കോൺഫിഡൻസ് ലെവൽ എത്ര കൂടിയെന്നുള്ളത്. കാര്യം ഞാൻ ആദ്യം പരിചയപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നജീബ് വളരെ ഭയമുള്ളൊരു മനുഷ്യനായിരുന്നു. ചോദിക്കുമ്പോഴും തന്നെ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു നജീബ്. ഇപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നു, ആൾക്കാരെ മോട്ടിവേഷൻ, സ്കൂളിലൊക്കെ പോകുന്നു, മുഖത്ത് ചിരി. പണ്ടും നജീബ് ചിരിയുള്ള മനുഷ്യനാണ്. അതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ തൃപ്തിയാണ് പുള്ളിക്ക്, കിട്ടുന്നത് കൊണ്ട് തൃപ്തിയായി ഒരു മനുഷ്യനാണ്. അപ്പം ഇത് മാത്രമേ ഉള്ളൂ. കാര്യം അദ്ദേഹത്തിൻ്റെ ഭയം ഞാൻ മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിനെ ഞാൻ ഫ്രീ ആയിട്ട് വിട്ടത്. കാര്യം ആ ഫ്രീഡം എൻജോയ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം 20 വർഷക്കാലം എൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയത്. അയാൾ വേറെ ഇവിടത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പോകുമ്പോൾ നമുക്ക് വലിയ വിഷമമായിരുന്നു. കാര്യം 20 വർഷവും എൻ്റെ കൂടെ ജോലി ചെയ്ത് അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ നടക്കുകയും പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നജീബിൻ്റെ ജോലിയുടെ ഒരു പ്രശ്നം വന്നു. കാര്യം എന്ന് വെച്ചാൽ നേവി അന്ന് നജീബ് ഫ്രീ ആയിട്ട് വേറെ വെളിയിൽ സ്റ്റുഡിയോയുടെ വിസ ആയിരുന്നില്ലേ, സ്റ്റുഡിയോയുടെ വിസയിലായിരുന്നു. അപ്പം പാസ് അന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, ID ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നു വെളിയിൽ നിന്നുള്ളത്. പിന്നീട് അത് കോൺട്രാക്ടർമാർക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് നജീബിന് ID റിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി. പിന്നെ ഞാൻ റീസൈക്ലിംഗ് കോൺട്രാക്ട് പിന്നെ അവിടുത്തെ GMോട് സംസാരിച്ച് നജീബിനെ അവരുടെ വിസയിലേക്ക് മാറ്റി വീണ്ടും ഞാൻ അവിടെ തന്നെ നിർത്തി. അങ്ങനെ നജീബിന് അത്രയും കാലം അവിടെ നിൽക്കാൻ പറ്റും. ഈ ബഹ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മളെല്ലാവരും അത് എഗ്രി ചെയ്യുന്നതാണ്. ബഹ്റിനിൽ ബഹ്റിൻ്റെതായ ഒരു ചാമുണ്ട്. ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു രാജ്യമാണ്. ഇപ്പം സൗദി അറേബ്യയിൽ നിന്ന് നജീബ് ബഹ്റിനിലേക്ക് വന്നു. മറ്റൊരു ഗൾഫ് രാജ്യമാണ്. എന്തായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു ജീവിതമായിരിക്കും ബഹ്റിനിലെന്ന് പ്രതീക്ഷിച്ചോ? അത് അവിടുത്തെ ഒരു ഭയത്തോടു കൂടിയല്ലേ വന്നത്? ഇപ്പൊ എന്ത് തോന്നുന്നു ബഹ്റിനെ പറ്റി? ബഹ്റിനിൽ അന്ന് ഞാൻ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് എന്തിനാ ഇനി പോകുന്നത്, ഇത്ര കഷ്ടപ്പെട്ട് വന്നതല്ലേ, അതുകൊണ്ട് ഇനി പോകണ്ട, ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇവിടെ പണിയത് ജീവിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ 5 സെൻറ്റ് സ്ഥലമുള്ളത് നമ്മൾ വിറ്റിട്ടല്ലേ ആദ്യം പോയി ഇനിയിപ്പോൾ നമുക്ക് കടക്കാളം പോലും ഇല്ല. പിന്നെ നമ്മൾ ജ്യേഷ്ഠന്മാരുടെ കൂടെ താമസിക്കുന്ന അന്നേരം ഒരു കുട്ടിയും കൂടെ ആയി, 2 കുട്ടിയായി. പിന്നെ അവിടുന്ന് നമ്മൾ പണിക്ക് പോയാൽ ജീവിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും 5 സെൻറ്റ് സ്ഥലം മേടിച്ചൊരു വീട് വെക്കണമല്ലോ എന്നൊക്കെയുള്ള ചിന്ത മനസ്സിൽ വന്നപ്പോൾ അളിയൻ ഇതുപോലെ പറഞ്ഞ് നാളെ ഞാൻ പ്രീവിയസ് എടുത്തു തരാം, വന്ന് അവിടെ വന്ന് പറഞ്ഞ്. അങ്ങനെ അളിയൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു ധൈര്യത്തെ എനിക്കിവിടെ വന്നത് ഞാൻ. കാരണം എന്തായാലും അളിയനുള്ളത് കൊണ്ട് അവിടുത്തെ പോലെ എന്തായാലും സംഭവിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഈ നോവൽ എഴുതാനും സുല്യേട്ടനെ കണ്ടുമുട്ടാനും നോവൽ എഴുതാനും ഒക്കെ സാധിച്ചതെല്ലാം അങ്ങനെ തന്നെയാണ്. ബഹ്റിനെ കുറിച്ച് എന്ത് തോന്നി? ബഹ്റൈനെ കുറിച്ച് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും ഈ ബഹ്റൈനിലേക്ക് വരാൻ ഒരു ഭാഗ്യം വീണ്ടും കിട്ടി. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് ബഹ്റൈൻ. എന്നെ ഇത്രയും രക്ഷപ്പെടുത്തിയതും ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയതും ബഹ്റൈൻ എന്ന ഈ സ്ഥലത്ത് വന്നതിൽ പിന്നാണ്. അതുപോലെ തന്നെ ഞാൻ 20 വർഷങ്ങളുടെ ജോലി ചെയ്തെങ്കിൽ എൻ്റെ വൈഫിനെ ഇവിടോട്ടൊന്നും കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴ് ഈ ഹരിപ്പാട് അസോസിയേഷൻ്റെ ഈ ഒരു സംഘടനയാണ് എനിക്കും എൻ്റെ വൈഫിനും ഇവിടെ വരാൻ അവസരം തന്നു. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചേർന്നതിൽ വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നജീബിനോട് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂവിലൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് പല ചോദ്യങ്ങളും ഞാൻ ചോദിക്കാത്തത്. എങ്കിലും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും ഗൾഫിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ, ഗൾഫിലൊരു ജോലി എന്നുള്ള അങ്ങനെയുള്ളവരോട് നജീബിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് നമ്മളിപ്പോൾ അത് പറയാനാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനൊരു അവസ്ഥ വരുത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് പോയാലും നമ്മളൊരു മൊബൈലുമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എവിടെ ചെന്നാലും അവിടെ ചെന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എങ്കിലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സാഹചര്യം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം. എപ്പോഴെങ്കിലും നമ്മുടെ സമയത്ത് രക്ഷപ്പെടുമെന്നുള്ള ഒരു മനസ്സിനൊരു ധൈര്യം കൊടുത്ത് നിൽക്കണമെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ പുതിയ ഈ തലമുറയോട് പറയാനുള്ളത്. കാരണം എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. ഞാൻ അതങ്ങനെ അത്രയും കഷ്ടതകൾ അവിടെ അനുഭവിച്ചെങ്കിൽ എൻ്റെ മനസ്സിലൊരു ധൈര്യം ഇതിനെ കൊടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റിയതൊക്കെ. വളരെ നന്ദി സുനിലിനോട് നന്ദി പറയണം. കാരണം ഒരാളുടെ ഒരു ചെറിയ മനസ്സ് നൊന്തുള്ളൊരു കഥ ഒരു കഥയായി വിട്ടുകളയാതെ അത് കറക്റ്റ് ഒരു പേഴ്സണിലേക്ക് എത്തിക്കുകയും ഇന്നത് ലോകം മുഴുവൻ കണ്ടു അറിഞ്ഞു. സുനിലിന് എന്താണ് ഇപ്പം നജീബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊരു അവസ്ഥയിലും പിടിച്ചു നിൽക്കണം. ഇന്ന് വേറൊരു കാര്യം പറഞ്ഞു, എല്ലാവർക്കും ഒരു മൊബൈൽ ഫോണുണ്ട്. എന്നിട്ടും നമ്മൾ ഒരുപാട് കഥകൾ ഇന്നും കേൾക്കുന്നുണ്ട്. ബഹ്റിൽ മാത്രമല്ല, എല്ലാ ഗൾഫിലോ പ്രവാസികളായാൽ അവരുടെ ഇടയ്ക്ക് ഒരുപാട് ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നും സൂയിസൈഡ്സ് ഉണ്ട്, ഇന്നും ഇതുപോലെ റോങ് വിസയിൽ വന്ന് പെട്ടുപോകുന്നവരോടുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ സുനിൽ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ മനുഷ്യരോട് പറയാൻ എപ്പോഴും പറയുന്നുള്ളൂ, മനുഷ്യരുടെ കേൾവി, ഒരു മനുഷ്യൻ നമ്മുടെ അടുക്കെ വന്നു പെട്ടാൽ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം നജീബിനെ ഞാൻ കേൾക്കാൻ ശ്രമിച്ചു. അത് നജീബ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുമ്പിൽ വന്നു പെട്ട ഒരുപാട് മനുഷ്യരിൽ ഒരാളാണ്. അതുപോലെ എത്രയോ മനുഷ്യർ എൻ്റെ മുമ്പിൽ വന്ന് പെടുകയും എവിടെയെങ്കിലുമൊക്കെ ജോലിയാക്കി കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹുസൈൻ തന്നെ കൊണ്ടുവരുന്ന പലരെയും ജോലിയാക്കി കൊടുത്തിട്ടുള്ളത് ഞാനാണ്. ചെറിയ ജോലികളൊക്കെ ആയിരിക്കും, കാര്യം വിദ്യാഭ്യാസം അനുസരിച്ചല്ലേ ജോലി കിട്ടുന്നു. പക്ഷേ മനുഷ്യരുടെ ഈ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം തൊട്ടടുത്ത് ഒരു റൂമിൽ തന്നെ 5 പേരൊക്കെ താമസിക്കുമ്പോഴും ഒരുത്തൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരുത്തൻ മനസ്സിലാക്കാത്ത അവസ്ഥയുണ്ട്. അത് കഷ്ടമാണ്. കാര്യം മനുഷ്യൻ പരസ്പരം സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം, വിഷയങ്ങൾ മനസ്സിലാക്കുകയും. ഞാൻ പറയാറുള്ള, ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്ന് വിട്ടാൽ അവനെ കേൾക്കുക മാത്രമല്ല, അവനെ അൺകണ്ടീഷണലായി കൈപിടിച്ച് ചേർത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഒരു സാമൂഹ്യ ബോധമുള്ള മനുഷ്യൻ ചെയ്യേണ്ടതാണ്. ചെറിയ തരത്തിൽ സഹായങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം കേൾക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു പ്രതിവിധി. അപ്പോൾ കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഷെയർ ചെയ്യണം. നമ്മൾ മനസ്സിലൊന്നും ഒതുക്കാതെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനോട് ഷെയർ ചെയ്യണം. കേൾക്കാൻ മനസ്സുള്ളവരോട് ഷെയർ ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഡെഫിനറ്റ്ലി. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ഗസ്റ്റിൽ ജോയിൻ ചെയ്തതിൽ രണ്ടുപേരോടും ഒരുപാട് നന്ദി. നമ്മളൊരു ആടുജീവിതം നോവൽ സിനിമ എന്നതിനപ്പുറം, നജീബിൻ്റെ ജീവിതം എന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ, എങ്ങനെ ഓരോ പ്രതിസന്ധികളെ അതിജീവിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പ്രവാസ ജീവിതത്തിലേക്ക് വരുമ്പം എങ്ങനെ തയ്യാറായി വരണം, പരസ്പരം കേൾക്കുക, മനസ്സിലാകുക. ഇതൊരു വലിയൊരു മെസ്സേജാണ്. നജീബിൻ്റെ ജീവിതം നമ്മളെ കരയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു ചിരിയോടുകൂടി നജീബ് നമ്മളോടിരിക്കുമ്പോൾ വളരെയധികം സന്തോഷം. ജീവിതത്തിലെ എല്ലാ നന്മകളും ഇനിയും ഉണ്ടാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സുനിൽ ഫോർ ജോയിനിങ് us. ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു അതിഥിയും കൂടി നെക്സ്റ്റ് ഗസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാണ്. ആ അതിഥി ഇല്ലാതെ ഒരു പക്ഷേ ഈ എപ്പിസോഡ് പൂർണ്ണമാവില്ല. മറ്റാരുമല്ല, നജീബിൻ്റെ പ്രിയതമ സഫിയത്ത്. വളരെ സന്തോഷം.
കാണാൻ പറ്റിയതിലും നജീബിനോട് പറഞ്ഞതിന് ഞാൻ പറയുകയാണ്, ചിരി കാണുമ്പോൾ വളരെയധികം സന്തോഷം. നജീബ് ഇപ്പം കഥകളിലൂടെ പറഞ്ഞു എന്താണ് ജീവിതവും കഥയും നോവലും സിനിമയൊക്കെ. പക്ഷെ സഫിയത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വിവരവും ഇല്ലാതിരുന്ന ഒരു സമയമില്ലേ? ഭർത്താവ് പോയിട്ട് ഒരു കത്തില്ല, ആ സമയം എങ്ങനെയായിരുന്നു? ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും, ഒന്ന് പറയാൻ പറ്റും? ആ സമയം ഒരു വിവരമില്ല, പോയി ഗർഭിണിയായിട്ടിരിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് പോയ ആ സമയം മാത്രമേ നമുക്ക് പോയെന്നുള്ള ഇതേ ഉള്ളൂ. പിന്നെ പോയിട്ട് ആളിൻ്റെ ഒരു വിവരവും ഇല്ല. എവിടെ ചെന്ന് എത്തിയെന്നും എന്താ സംഭവിച്ചതെന്നും ഒന്നും നമുക്കറിയില്ലായിരുന്നു. നമ്മളിങ്ങനെ വിഷമം, എന്താ വിവരം അറിയുമെന്നും കരുതി ഇരുന്നിട്ട് ഒന്നും അറിയുന്നില്ല. അപ്പം ഭയങ്കര വിഷമമായി. വിഷമം എന്ന് വെച്ചാൽ കരച്ചില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്ത ഒരു ടെൻഷനിൽ വിഷമം. ഞാൻ ഗർഭിണിയായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നിന്നും പ്രയാസം കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും, വീണ്ടും വരും, പിന്നെയും ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോവുക, വിവരങ്ങൾ അറിയുന്നില്ല. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടെൻഷനായിരുന്നു അത് നമുക്ക്. ഭയങ്കര ആദ്യമായിട്ടൊരു കത്ത് കിട്ടിയപ്പോൾ, കത്ത് കിട്ടി 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് കിട്ടി. അത് പക്ഷേ ഞാൻ വായിച്ചിട്ടില്ല കത്ത്. അതിൽ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റാത്ത, എന്നെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളത് കൊണ്ട്, എഴുതിയിട്ടുള്ളത് കൊണ്ടും എന്നെ കാണിച്ചില്ല. പിന്നെ പക്ഷേ എൻ്റെ വാപ്പ വന്ന് വിവരങ്ങൾ അറിഞ്ഞ്, അങ്ങനെ ഞാൻ അറിഞ്ഞ ആൾ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇച്ചിരി പ്രയാസത്തില്ല, രക്ഷപ്പെടാൻ ഇച്ചിരി പാടാ, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ അറിഞ്ഞ് പിന്നെ അത് അറിഞ്ഞപ്പോൾ നമുക്കൊരു സമാധാനം, ചെറിയൊരു ആശ്വാസം കിട്ടി. എന്നെങ്കിലും ഒരിക്കൽ രക്ഷപ്പെട്ട് കിട്ടും, ആൾ മരിച്ചിട്ടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. മരിച്ചു പോയി കാണുമെന്ന് വെച്ചാൽ ഇത്രയായിട്ട് ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത് അറിയുന്നില്ല. അതിൻ്റെ ഭയങ്കര ടെൻഷനിൽ നമ്മൾ. നിങ്ങൾ കുടുംബം തന്നെയല്ലേ? ബന്ധത്തില് മാമാടെ അപ്പച്ചിയുടെ മോളാണല്ലേ? എൻ്റെ വാപ്പാടെ പെങ്ങടെ മോൻ. ആ, ഓക്കെ. ഈ 3.5 വർഷം സൗദിയിലെ ഇത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നല്ലോ. വന്നതിന് ശേഷമല്ലേ സഫീത്ത് യഥാർത്ഥത്തിൽ എന്താണ് നജീബ് കടന്നു പോയെന്ന് അറിയുന്നത്? അതെ. അത് കേട്ടപ്പോൾ എന്ത് തോന്നി? ഞാൻ ചോദിച്ചാദ്യം അന്ന് തന്നെ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്, എന്താ. അന്നേരം ആദ്യം പറഞ്ഞ അതിനി അറിയണ്ട, ഇത്രയൊക്കെ വിഷമിച്ചില്ലേ, ഞാൻ ഇപ്പം വന്നല്ലോ, ഇനി അതിനെപ്പറ്റി അറിയണ്ട. പിന്നെ പൂർണ്ണമായിട്ടൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ നോവൽ വായിച്ചാൽ ഞാൻ എല്ലാം വിശദമായിട്ട് അറിയുന്നത്, അവിടെ നടന്ന സംഭവങ്ങൾ. ഒന്നും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. നോവലിൽ കൂടെയാണ് ഇതൊക്കെ അറിഞ്ഞത് അല്ലേ? സിനിമ കണ്ടപ്പോൾ എന്ത് തോന്നി? സിനിമ സങ്കടമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളല്ലേ ഈ കാണി, ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചതാണല്ലോ ഇതിൽ കാണുന്നത്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു അത് കണ്ടപ്പോൾ. കരഞ്ഞു, ഞാൻ ഒത്തിരി കരഞ്ഞു. നോവല് വായിച്ചും കരഞ്ഞു, സിനിമ കണ്ടു. അതെ അതെ. എനിക്കൊന്ന് ഗൾഫിലേക്ക് ആദ്യമായിട്ട് തന്നെയാണ് അല്ലേ? ദുബായി പോയായിരുന്നു, പിന്നെ ഇപ്പം ഇവിടെ ആദ്യമായിട്ട്, അതും ആദ്യമായിട്ടാണ്. അതല്ലേ നോവലിന്റെ ഇതുകൊണ്ട് മാത്രമാണ് ദുബായി പോകാനും ഇവിടെ വരാനും എല്ലാം പറ്റിയത്. ജോലിക്ക് വരാൻ തുടങ്ങിയപ്പോ ഇനി വേണ്ട എന്ന് പറഞ്ഞു. ഗൾഫിലെ അനുഭവങ്ങളിൽ നിന്നാണല്ലോ സഫിയത്ത് അത് പറഞ്ഞത്. അപ്പം ഗൾഫിനെ കുറിച്ച് അങ്ങനെ ഒരു മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു അല്ലേ? സങ്കടം അനുഭവിച്ച ഒരു സ്ഥലമാണെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകണ്ട, ഇനി ഒത്തിരി വെച്ചാൽ നമുക്കൊന്ന് ജീവിച്ച ഉള്ളത് കൊണ്ട് മതിയെന്ന് പറഞ്ഞപ്പം പിന്നെ എൻ്റെ ആങ്ങളെ കൊണ്ടുവരുന്നത് കൊണ്ടും പിന്നെ ഒരു സമാധാനമുണ്ട്, അത്രയും. ബഹറിൽ ഇപ്പോൾ വന്നിട്ട് ബഹറിൽ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു, നല്ല ഇതുണ്ട് നമുക്ക്. എല്ലാ ഗൾഫ് നാടുകളും അല്ലെ ഇതുപോലെ ഒരു ഭയമില്ലായിരുന്നു? ഭയം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് ഗൾഫ് നാടെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ നല്ല രാജ്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലായിടം ഉണ്ടല്ലോ ഒരാൾ ഇതുപോലത്തെ ഒരു മനുഷ്യനൊക്കെ കാണുമല്ലോ. തീർച്ചയായിട്ടും മനുഷ്യൻ തന്നെ പറയേണ്ടതാണ്. എന്നെ രക്ഷപ്പെടുത്തിയ അറബി എന്ന് പറയുന്നത് ഇതുപോലത്തെ നല്ലൊരു അറബി എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടുത്തെ ഏറ്റവും ഒരു വലിയൊരു ഉദ്യോഗസ്ഥനാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അയാൾ വന്ന വണ്ടിയിലാണെങ്കിൽ നമുക്ക് തൊടാൻ പോലും പറ്റാത്ത ഒരു വണ്ടിയാണ് എന്നെ ഈ വികൃത രൂപമായിട്ട് ഈ സ്മെല്ലുമായിട്ടിരിക്കുന്ന എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അതൊക്കെ പറയുവാണെങ്കിൽ നമ്മുടെ ഈ അവിടുത്തെ അറിവുകളെയൊക്കെ നമ്മൾ സ്തുതിക്കേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നെ ആരും കൊണ്ടുപോകത്തില്ല ആ സമയത്ത് എന്നെ കയറിക്കൊണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അതായത് എല്ലാ സങ്കടങ്ങളൊക്കെ മാറി ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ഇപ്പൊ നജീബ് പറഞ്ഞു ആത്മഹത്യ വരെ ചെയ്യാൻ ചിന്തിച്ചിരുന്നു. സഫിയത്ത് അങ്ങനെ എപ്പോഴും? ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഗർഭിണിയായിട്ട് നിൽക്കുന്ന നമുക്കൊരു ആളുടെ ഒരു വിവരം ഇല്ലാതായപ്പോഴത്തേനും ഞാനും ഓർത്ത് ജീവിച്ചിട്ടെന്താ കാര്യം, ഇനി മരിച്ചിട്ടുണ്ടോ എന്താന്ന് അറിയാത്ത ആ ഇതിൽ ഞാനും ഓർത്ത് ആത്മഹത്യ ചെയ്യാമെന്ന്. എങ്ങനെ ഞങ്ങളുടെ അപ്പുറത്ത് കണ്ടോണ്ട് അതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമായിരുന്നു.
അപ്പം പിന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്ന ഒരു കുഞ്ഞ് വയറ്റിലുണ്ടല്ലോ, അതിൻ്റെ ജീവനോടെ നഷ്ടപ്പെടുമല്ലേ, ഒരു പക്ഷേ അത് ജനിച്ചു കഴിയുമ്പോഴെങ്കിലും നമുക്കൊരു സന്തോഷം കിട്ടുമായിരിക്കുമെന്ന് കരുതി അതിൽ നിന്നും പിന്മാറി. പക്ഷെ എൻ്റെ ഉമ്മ അന്നേരം കൂടെ വരും, എവിടെ പോകുന്നത് എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി വരുമായിരുന്നു. വീട്ടുകാരുടെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ മക്കള് രണ്ടുപേരും കഥയും നോവലും ഒക്കെ വായിച്ചു, സിനിമയൊക്കെ കണ്ടില്ലേ? അവരുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഇതിനോട്? അവരൊക്കെ ഇല്ല ഇപ്പോഴല്ലേ ഈ കഥ പറയുമ്പോഴും വായിച്ച് അല്ല പറഞ്ഞിട്ടില്ല, നമ്മള് അവരുടെ അടുത്ത് ഇത്രയും ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, മക്കൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ കഥയും നോവലും ഒക്കെ അതിനുശേഷം എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എൻ്റെ ഒരു പെങ്ങളെ ഞങ്ങൾ അതേപോലെ നോക്കിയത്. കാരണം ഞങ്ങൾ ഉമ്മ പ്രസവിച്ച് മരിച്ചു പോയ ആ കുഞ്ഞിനെ ഞങ്ങൾ പൊന്നു പോലെ ഒരു പോറല് പോലെ ഏൽപ്പിക്കാതെ തളർന്ന കുഞ്ഞായിരുന്നു പോയത്. പെങ്ങള് സൂര്യപ്രകാശം കണ്ടിട്ടില്ലത്, പ്രസവിച്ചതിൽ പിന്നെ അത് സൂര്യപ്രകാശം കണ്ടിട്ടില്ല. ആ കിടപ്പ് ഒറ്റ കിടപ്പ് കിടന്നത് 55 വയസ്സ് വരെ കിടന്ന്. എന്റെ ശുശ്രൂഷകളും ഞങ്ങളാ ചെയ്യുന്നത്, ഞാനും എന്റെ ചേട്ടന്റെ ഭാര്യയും കൂടെ ഞങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും പിന്നെ അത്. കാരണം അവര് തന്നെ അവിടെ കഷ്ടപ്പെടാൻ ഞങ്ങളും അതിനകത്ത് കൂടുതലും ചെയ്യുന്ന അതിന്റെയൊക്കെ ഒരു ഇതാണ് നമ്മൾ ആ മരുഭൂമി രക്ഷപ്പെട്ട് വീണ്ടും അതിനെ നോക്കാനായിട്ട് ദൈവം എന്നെ വിട്ടതെന്നാണ് എൻ്റെ അനുഭവം. അപ്പൊ ഈ ബഹ്റൈനിൽ നിന്നും വന്നു കഴിഞ്ഞ് 2 വർഷത്തോളം അതിനെ നോക്കി, അതിനുശേഷം അത് മരിക്കുന്നത് ആണല്ലേ. എന്തായാലും എല്ലാം ഒരു നന്നായി അവസാനിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യം. എങ്കിലും കടന്നു വന്ന വഴികൾ അത്ര ഈസി അല്ലായിരുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. പൃഥ്വിരാജിനെയും ഒക്കെ കണ്ടല്ലോ അല്ലേ? നേരിട്ട് കണ്ടു. അമല പോളിനെ കണ്ടോ? ഇല്ല, നേരിട്ട് കണ്ടില്ല. സിനിമയിൽ കണ്ടല്ലോ. വന്നില്ല സിനിമ. ഇപ്പം ഇതിനു മുമ്പ് സുനിലുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു എലിമെന്റ് ഉണ്ടല്ലോ, അമല പോളും പൃഥ്വിരാജും കൂടെയുള്ള ഒരു ജീവിതം. അതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? അതിനുള്ള നിങ്ങൾ കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നജീബ് സൗദി അറേബ്യക്ക് പോയത്? കല്യാണം കഴിഞ്ഞ് 1 വർഷമൊക്കെ ആകാൻ പോകുമ്പോ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗർഭിണിയായത്. അത് കഴിഞ്ഞ് 6 മാസത്തോളം നാട്ടിൽ നിന്നിട്ടാണ് പിന്നെ പോയത്. ഓക്കെ, വളരെ സന്തോഷം. അതിജീവനം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനിപ്പോൾ ഒരു കാരണവും കൂടി നജീബ് പറഞ്ഞു, ആ പെങ്ങൾക്ക് വേണ്ടി. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം ദൈവം എല്ലാത്തിനും കൈവിട്ടില്ല, ദൈവം കൈവിട്ടില്ല. നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ശരിയാണ്, കഴിഞ്ഞു വന്ന വഴികൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇത്ര സന്തോഷത്തോടെ രണ്ടുപേരും ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാ കാരണക്കാരും നമ്മൾ ഇപ്പോഴും സുല്യാട്ടിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം ഇവിടെ വന്ന് ഞങ്ങൾ അളിയനും കൊണ്ടുവന്നെങ്കിലും ഈ സുല്യാട്ടൻ നിമിത്തമാണ് ഈ ബെന്യാമിൻ സാറിനെ കാണാൻ പറ്റിയൊരവസരം. അല്ലെങ്കിൽ കഥ എഴുതത്തില്ല. ജോലി ചെയ്താലും ഈ കഥയിലേക്കൊന്നും പോകത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും സുല്യാട്ടിനുണ്ടാവും. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് നമ്മളെല്ലാവരെയും നിലനിർത്തുന്നത്. പരസ്പരം നമ്മളത് മനസ്സിലാക്കി ഒരാൾക്കൊരാൾ താങ്ങ്, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സുനിലിനതൊരു കഥ കേട്ട് കളയാതെ അതിലെന്തോ ഒന്നുണ്ട്, ലോകം അറിയണം എന്ന് തോന്നുന്നതും. ഇന്ന് ഈ കഥ വായിച്ച് ഒരുപാട് പേർക്ക് ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആത്മഹത്യകളും അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ ഇന്നും ഉണ്ട് പ്രവാസ ലോകത്ത്, ഇല്ലെന്നല്ല. പക്ഷെ അതിലെല്ലാം എന്തൊക്കെയോ ഒരു ദൈവ നന്മ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള ഒരു വിശ്വാസം തരുന്ന ഒരു കഥ. കഥയല്ല, ജീവിതമാണെന്നറിയാം. എങ്കിലും താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. This is next guest on 973 show. So let's wait for the next exciting, interesting and engaging guest.